ഹായ് ഫ്രണ്ട്സ്, പൊട്ടറ്റോയും മഞ്ഞൾപ്പൊടിയും മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത്. ഇത് നമ്മുടെ ഫേസിലെ സ്കിന്നിനെ ഒന്ന് ടൈറ്റ് ആക്കാനും സൈൻസ് ഓഫ് ഏജിംഗ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിൽ മുഖത്തെ പാടുകളൊക്കെ കുറഞ്ഞ് നല്ലൊരു ഗ്ലോ തരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നാച്ചുറൽ റെമഡീസ് മാത്രം ഷെയർ ചെയ്യുന്നൊരു ചാനലാണ്. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചെറിയ പൊട്ടറ്റോ ആണ്. നിങ്ങളുടെ കയ്യിൽ വലിയ പൊട്ടറ്റോ ആണെങ്കിൽ അതിൻ്റെ ഒരു പകുതിയൊക്കെ എടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ആദ്യം തന്നെ നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊരു സ്മൂത്ത് പേസ്റ്റാക്കി എടുക്കണം. അതിനായിട്ട് നിങ്ങൾക്ക് മിക്സി ഉപയോഗിച്ച് അരച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ചതച്ചെടുക്കാം. അപ്പോൾ ചതച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ചതയ്ക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കത് സ്മൂത്ത് പേസ്റ്റ് അല്ലാത്തത് കൊണ്ട് ഫേസിൽ അത് പിടിച്ചിരിക്കും, കുറച്ച് പാടായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ ചതച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ പൊട്ടറ്റോയിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ സ്കിന്നിനത് ഒത്തിരി ബെനിഫിറ്റ്സാണ് തരുന്നത്. പൊട്ടറ്റോയിൽ സിങ്കും കോപ്പറും സൾഫറൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ആഗ്നിയെ കൺട്രോൾ ചെയ്യാനും അതുവഴി മുഖക്കുരു വരുന്നത് തടയാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ പൊട്ടറ്റോയിൽ വൈറ്റമിൻ എ, ബി, സി ഇതൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫേസിലുള്ള സ്കിന്നിനൊക്കെ ടൈറ്റ് ആക്കാനും അതുപോലെ അത് ഏജിങ്ങിൻ്റെ സൈൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളൊക്കെ ഒന്ന് കുറയ്ക്കാനും അതുപോലെ തന്നെ കൊളാജൻ പ്രൊഡക്ഷനൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ മസിൽസൊക്കെ ഫേസിലെ മസിൽസൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിതിൽ അടുത്തായിട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. അതാകുമ്പോൾ നമ്മൾ വളരെ കുറച്ച് അളവിൽ മാത്രം, ഒരു 1/4 ടീസ്പൂണിൽ താഴെ മാത്രം ചേർക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർക്കാം. അപ്പോൾ നമ്മളിതൊരു സ്മൂത്ത് പേസ്റ്റാക്കി നമ്മുടെ പാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് കഴുകണം. മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ മേക്കപ്പ് റിമൂവർ ഉപയോഗിച്ച് അതെല്ലാം ക്ലിയർ ആക്കുക. നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ വേണം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ ഫേസ് ഒന്ന് ഇതുപോലെ തുടച്ച് ഡ്രൈ ആക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പാക്ക് കയ്യിലെടുത്തിട്ട് ആദ്യം നമ്മൾ ഫേസിൽ എല്ലായിടത്തും പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇതിലെ കണ്ടൻറ്റൊക്കെ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ടൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു പാക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിൽ ചതച്ചെടുത്തത് കൊണ്ട് അത് ഫേസിൽ പിടിച്ചിരിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും വീണ് പോണത്. അപ്പോൾ നിങ്ങൾ മിക്സിയിൽ തന്നെ അരച്ചെടുക്കാൻ നോക്കുക മാക്സിമം. അപ്പോൾ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഫേസിൽ ഇത് വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് ഫേസ് മൊത്തം അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ മാക്സിമം നമ്മളിത് കീപ്പ് ചെയ്യുക. അപ്പോഴേക്കും നിങ്ങൾക്കിത് ഡ്രൈ ആയി ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന കാണാൻ പറ്റും. ഈ സമയത്ത് നമ്മൾ ഇത് പതുക്കെ ഒന്ന് മുഖമൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഇത് റിമൂവ് ചെയ്യുക. അപ്പോൾ നമ്മളെപ്പോഴും മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് കൂടുതലുള്ളത്, അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് ഉള്ളത്, അല്ലെങ്കിൽ കുറച്ച് റഫായിട്ടുള്ള ഭാഗങ്ങളുള്ളത്, അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ മസാജ് ചെയ്യുക. പിന്നെ കണ്ണിൻ്റെ ചുറ്റും നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ നമ്മൾ കഴിക്കുന്ന ഐറ്റംസ് മാത്രമേ നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. സോ നമ്മളിത് മുഖത്ത് കണ്ണിൻ്റെ ചുറ്റൊക്കെ അപ്ലൈ ചെയ്യാൻ ഒന്നും പേടിക്കേണ്ട. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയുക. അതിനുശേഷം നമുക്ക് ഫേസിൽ നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. നിങ്ങൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഇത് ആഴ്ചയിൽ 2 തവണ ചെയ്യുക. ഏത് സ്കിൻ ടൈപ്പുകാർക്കും ചെയ്യാം. ഇത് നല്ല റിസൾട്ട് തരുന്ന പാക്കാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ്